ഹായ് ഫ്രണ്ട്സ്, ഞാൻ മരത്തിൻ്റെ ഭാഗത്താണ് കേട്ടോ. ഇന്ന് എരമ്പറക്കാണ്. മരത്തിൻ്റെ കുറച്ച് ഇറക്കാനുണ്ട്. കുറച്ചൊക്കെ ഇറക്കി ഒരു ചുറ്റുവട്ടത്തുള്ളതൊക്കെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ചോട്ടി കോതി ഇട്ടിട്ടാണ് പറഞ്ഞത്. ഫ്രണ്ടിൽ നിൽക്കുന്ന കുറച്ച് കമ്പും കോലൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതാ ഈ വലിയ മരം. പുറകിൽ ഇതൊക്കെ വെട്ടാനുള്ളതാണ് കേട്ടോ. ഒരു ചെറിയ വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. അടയ്ക്കൊക്കെ കുറച്ച് പറിക്കാനൊക്കെ ഉണ്ട്. ഞാൻ നിൽക്കുന്നത് ഏഴയുടെ ഭാഗത്താണ് കേട്ടോ. കാണുന്നുണ്ടോ? എരമ്പറക്കി പരിപാടിയാണെന്ന് നമുക്ക്. ഇടതയിലാണ്. ഇങ്ങനെയാണ് കൊന്നക്കമ്പ് നമ്മൾ വെട്ടിയെടുക്കേണ്ടത്. ചെറിയൊരു ബാലൻസിലാണ് നിൽക്കുന്നത്. ചാഞ്ഞ് കാര്യം കഴിഞ്ഞു. അതേപോലെ ഇതും ബാലൻസ് പോകുന്നുണ്ട് കേട്ടോ. പണി പാളുമോ? ഇടത് കയ്യിൽ അത്രയ്ക്ക് വശമുണ്ടെന്ന് വെച്ച് വെട്ടാറുണ്ട്. അല്ലെങ്കിൽ ചെറിയൊരു അടുത്ത നമ്മൾ കൊന്നപ്പൂ കാണാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ. ഇതാണ് കൊന്നപ്പൂ. ഇത് കൊന്നക്കായ. നമ്മളിങ്ങനെ വെട്ടിയിട്ട് സോരിക്കൂട്ടി വയ്ക്കും. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലം ആകുമ്പോൾ നമ്മൾ ഈ പുതിയ കൊടി ഇടുമ്പോൾ ഈ കൊന്നക്കാല് നാട്ടിയിട്ടാണ് നമ്മൾ കൊടി ഇടുക കേട്ടോ. അതായത് ഈ കൊന്നക്കാല് നാട്ടി ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ കൊടിയിടാൻ തുടങ്ങും. ഇതിന് കിളിപ്പ് വന്നാൽ മാത്രമേ നമ്മൾ കൊടി ഇടുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് ഉണങ്ങി പോയി കഴിഞ്ഞിട്ട് കൊടി വേസ്റ്റ് ആവും. പിന്നെ വേറെ കാലിടണം. അത് റിസ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എരമ്പറക്കിയിട്ട് ഇവിടെ ഞങ്ങളുടെ പറമ്പിൽ ഞങ്ങൾ സ്വരുക്കൂട്ടുന്ന ഈ കൊന്നപ്പത്തലും അതേപോലെ മുരുക്കുംകാലുമാണ്. പിന്നെ കാട്ട് റബ്ബർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ? ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. പിന്നെ വീഡിയോസ് പരമാവധി ഷെയർ ചെയ്യുക. സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.